വിനോദ് സർ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നടി അതിനെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വളരെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഡിപ്രഷനെ കുറിച്ച് തന്നെയാണ് നടി കൃഷ്ണപ്രഭ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് മടിയന്മാർക്ക് വരുന്ന ചില മാനസിക അസുഖമാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ ആണിനായാലും പെണ്ണിനായാലും വരാവുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ വിനോദ് സർ ഈ നടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ വിലയിരുത്തും? ഒപ്പം എന്റെ ചോദ്യം, സർ, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു പണിയുമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു മാനസിക അസുഖം മാത്രമാണ്. നീതു, ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും എന്തിനെക്കുറിച്ച് വേണമെങ്കിലും അഭിപ്രായം പറയാം. ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്ത് എൻ്റെ അഭിപ്രായം ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ വേണേൽ എഴുതാം, അല്ലെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിടാം, ലൈവ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമുക്കുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. അത് അതിൻ്റെ ഒരു ഗുണവുമാണ്, അതേസമയം ദോഷവുമാണ്. ആരാണ് ഈ കൃഷ്ണപ്രഭ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അത് എൻ്റെ കുഴപ്പമാണ്. കാര്യം ഞാൻ പലപ്പോഴും ഈ സിനിമയിലെ എനിക്കറിയാവുന്ന നടന്മാരെയും നായകന്മാരെയൊക്കെ കണ്ടാൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നതല്ലാതെ ഇതാരാണെന്ന്, അല്ലെങ്കിൽ അത്രയ്ക്ക് അൺയൂഷ്വൽ ആയിട്ട് അവരുടെ ഒരു പെർഫോമൻസ് കണ്ടാൽ ഇതാരാണെന്ന് ചിലപ്പം ഭാര്യ എടുത്തോ പിള്ളേരെടുത്തോ ഒക്കെ ചോദിക്കുമായിരിക്കും. അവർക്കറിയാം. എന്തായാലും ഇവരാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഈ വിവരദോഷം പറയുന്നതിന് ഒരു ലിമിറ്റ് വേണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ടായിരിക്കണം, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം. ഇതിനകത്ത് വളരെയധികം ദോഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പം മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിന്റെ പ്രത്യേകതയാണ്. ഈ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരുടെ ഇപ്പോഴത്തെ ആളുകളുടെ, അത് ജനത്തിന്റെയും കൂടെ കുഴപ്പമാണ്. ഇവരൊക്കെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റീസ് എന്ന് ഇവർ കരുതുന്നു എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ബുക്ക് എഴുതുന്ന 1000 ബുക്ക് എഴുതുന്ന ആളാണ് വലിയ എഴുത്തുകാരൻ. 1000 പേര് അത് വായിക്കും, പിന്നെ വായിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ ഈ ലൈബ്രറിയിൽ നിന്ന് അത് എടുത്തിച്ച് വായിക്കും. എനിക്ക് തോന്നുന്നില്ല പഴയ വലിയ ബുക്കുകളൊക്കെ എത്ര കോപ്പി അടിച്ചിട്ടുണ്ടാവും തന്നെ. എന്തായാലും ഇന്ന് പക്ഷെ ഈ സമൂഹ മാധ്യമങ്ങളുടെ അകത്ത് ഇവരാണ് കാര്യങ്ങളെ പറ്റിയുള്ള അവസാനത്തെ അതോറിറ്റി. അതായത് ഇത് നേരെ മറിച്ച് ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞാൽ, ഇപ്പം വിഷാദത്തിനെ പറ്റി പറയാനുള്ള ഏറ്റവും അർഹരായിട്ടുള്ളവർ സൈക്യാട്രിസ്റ്റുകളാണ്. അവരെത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് വിഷാദ രോഗം. അതൊന്നും ആളുകൾ കേൾക്കില്ല. അപ്പോഴാണ് ഇതുപോലുള്ള മഹാ അബദ്ധം, ലോകത്തെ ഏറ്റവും വലിയ അബദ്ധങ്ങളെന്ന പേരിൽ എഴുതി ചേർക്കാവുന്ന ചില കാര്യങ്ങൾ ഇത്തരം ചില ആളുകൾ പറയുന്നത്. ഇനി എന്താണ് അവര് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കണം. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രസക്തമാണ്. ഇവർ പറയുന്നത് പഴയ കാലത്തെ വട്ടെന്ന് നമ്മൾ പറയുന്നത് എത്ര പേര് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ അങ്ങനെ പറയുള്ളായിരിക്കും. തിരുവനന്തപുരം ഭാഗത്തൊക്കെ വട്ടെന്ന് പറയും. ഈ സിനിമയിൽ വട്ടാണ്, അവന് വട്ടാണിടാന്നൊക്കെ പറയുന്നത് കൊണ്ട് എല്ലാവരും കേട്ടിട്ടിരിക്കാൻ വഴിയുണ്ട്. ഈ ഭ്രാന്ത് അല്ലെങ്കിൽ വലിയ മാനസികമായ പ്രശ്നത്തിനാണ് നമ്മൾ വട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ സാധാരണ കൊളോക്യൽ മലയാളം ഭാഷയിൽ പറയുക. അതായത് മൂത്ത ഒരു തരം, അത് ആക്ച്വലി വട്ടെന്ന് പറയുന്നത് സ്കിസോഫ്രീനിയയോ അല്ലെങ്കിൽ മാനിയാക് ഡിപ്രസീവ് സൈക്കോസിന്റെ അതിന്റെ ഈ മാനിയാക് ഫേസിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വട്ടെന്ന് പറയാനുള്ള. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാരോ ഒരു സംസ്കാരമുള്ളവരാരും ഇത്തരം വാക്കുകൾ തന്നെ ഉപയോഗിക്കാറില്ല. ഈ വട്ടെന്ന വാക്കോ ഭ്രാന്തെന്ന വാക്കോ പോലും ഡോക്ടർമാരോ ഒരുമാതിരി ബോധമുള്ളവരാരും ഉപയോഗിക്കാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ ഈ മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ ഈ ICD ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഈ പലരും സ്കിസോഫ്രീനിയ എന്ന്, അതായത് ഈ പറയുന്ന സ്കിസോഫ്രീനിയ, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ വട്ട് എന്ന പദത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ആ പദം പോലും എഴുതാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും കോഡ് ഭാഷയിലാണ് അത് എഴുതുക. ഒരിക്കലും ഒരു സൈക്യാട്രിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ പലപ്പോഴും കാണൂ. അവരൊരിക്കലും അതിന്റെ വിശദമായ വിവരങ്ങൾ എഴുതി, ഇപ്പം ഒരു സൈക്യാട്രിസ്റ്റിന് നമ്മൾ വീട്ടിൽ പോയി കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ആശുപത്രിയിലാകുമ്പോൾ ആശുപത്രി റെക്കോർഡ്സ് ഉണ്ടാവും. ഈ
ഒരു സൈക്യാട്രിസ്റ്റിന് നമ്മൾ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ പ്രാക്ടീസോ അല്ല അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലോ പോവാണ്. അപ്പൊ ഞാൻ എൻ്റെ പേഷ്യൻസിന് ഉള്ള കാര്യങ്ങളൊക്കെ ഞാനത് എഴുതിയിട്ട് ഡയഗ്നോസ് ഒക്കെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതണം. ഡയഗ്നോസിസ് പ്രിസ്ക്രിപ്ഷനിൽ എഴുതണമെന്നാണ് നയം, സർക്കാരിന്റെ നയം, നമ്മുടെ കൗൺസിലുകളുടെയൊക്കെ നയം. പക്ഷേ സൈക്യാട്രിസ്റ്റുകൾ ഒരിക്കലും അങ്ങനെ എഴുതാറില്ല. ഈ പേഷ്യന്റിന് ഡയഗ്നോസിസ്, സ്കിസോഫ്രീനിയ, ലക്ഷണങ്ങൾ, അതൊന്നും അതിനകത്ത് എഴുതാറില്ല. അവർ ആ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത് ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ പോലും കണ്ടപ്പോൾ, അവരുടെ വീട്ടിനടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറുകാരനാണ് ഇത് കാണുന്നതെങ്കിൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, വേറെ ലീഗൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത്, പറഞ്ഞു നടക്കരുത്, ലോകം പറയരുത്, നാട്ടുകാർ പറയരുത്, അവർക്ക് അതിനുള്ള പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പം നിയമങ്ങൾ തന്നെ വളരെ അവരുടെ പ്രൈവസി സൂക്ഷിക്കാൻ വേണ്ടി ധാരാളം നിയമങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അറിയുന്നവരാരും ഇത് പറയാറില്ല. അപ്പൊ ഇവർ പറഞ്ഞെന്താണ്, പഴയ കാലത്തെ വട്ടാണ് ഇന്ന് ഡിപ്രഷൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് അവരുടെ അതിഭീകരമായ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം പറഞ്ഞു, വിഷാദത്തിന് മറ്റൊരു കാരണമായിട്ട് അവർ പറയുന്നത്, മറ്റൊരു പണിയും ഇല്ലാതെ അല്ലെങ്കിൽ അലസമായി ഇരിക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് വിഷാദം വരുന്നത് എന്നാണ്. ഇത് രണ്ടുമാണ് അവരുടെ ഒരു അഭിപ്രായ പ്രകടനം. അതായത് ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഈ വിഷാദം എന്നൊക്കെയാണ് അവർ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഈ വിഷാദ രോഗം അനുഭവിക്കുന്നവരെ പൊതുവെ അലസന്മാരായി ചിത്രീകരിക്കുകയും പഴയ വട്ടാണ് ഇപ്പോഴത്തെ അവരുടെ ഡിപ്രഷൻ ആണ് എന്നതിന്, വിഷാദത്തിന് കാരണം എന്നൊക്കെ പറയുന്നത് യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ആ രോഗത്തെ ഒരു വീക്ക്നെസ് ആക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരം സെലിബ്രിറ്റികൾ അത് പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ തുളച്ചു കയറും. ഈ പൊതുവെ ഇതിനെപ്പറ്റി അറിയുന്ന, ഞാൻ മനസ്സിലാക്കിയത്തുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും, ഉദാഹരണത്തിന് ഫേസ്ബുക്കില്, യൂട്യൂബിലൊക്കെ ഇതേക്കുറിച്ച് ധാരാളം വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് വിഷാദ രോഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വർദ്ധിപ്പിക്കും, ഓൾറെഡി തന്നെ തെറ്റിദ്ധാരണയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ അതിനെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആശങ്ക. ഇനി നമുക്ക് അതിന്റെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. എന്താണ് ഈ വിഷാദ രോഗം? ഞാനൊരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിലും, ഞാനൊരു സാധാരണ ഡോക്ടർ അല്ലെ മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും അതേക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സൈക്യാട്രി ആയിട്ടുള്ള എൻ്റെ അടുത്ത നല്ല സുഹൃത്തുക്കൾ സൈക്യാട്രിസ്റ്റുകളുണ്ട്. പലപ്പോഴും ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ചില എൻ്റെ ഏരിയയിൽ, അതായത് ENT ഭാഗത്ത് ചില രോഗലക്ഷണങ്ങൾ, ഫിസിക്കൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ പേഷ്യൻസിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് പ്രശ്നം സ്ട്രെസ്സാണ് കാരണം, ആങ്സൈറ്റി ആണ് കാരണം, അതാണ് നിങ്ങളുടെ രോഗലക്ഷണത്തിന്റെ എന്ന് പറയുമ്പോൾ ഇവർ ഒരിക്കലും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകാതിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഏർലിയസ്റ്റ് ഫേസ് ഒക്കെ, അതായത് നമുക്ക് ഒരാൾക്കുണ്ടായ ഒരു സാഡ്നെസ്, ഒരു ഡിപ്രഷന്റെ വെരി ഏർലി ഫേസ്, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സൈക്കോസോമാറ്റിക് എൻ്റെ ഏരിയയിൽ വരുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ ചെറിയ തോതിലൊക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അത് അക്സെപ്റ്റബിൾ ആണ്. ഏത് MBBS പഠിച്ച ഡോക്ടർക്കും എല്ലാ രോഗങ്ങളും അതിന്റെ ആദ്യഘട്ടത്തിൽ ചികിത്സിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലുള്ള കാര്യം നമ്മൾ അത് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ അത് അവരോട് പറയും, ഇത് ഒന്നുകിൽ നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ആദ്യമേ പറയാറുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള മരുന്നാണ്. ചെറിയ തോതിലുള്ള വിഷാദം, ചെറിയ തോതിലുള്ള ഡിപ്രഷൻ, ഇതൊക്കെ വരുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും. ഇത് കഴിച്ചു നോക്ക്, കഴിച്ചില്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം. ഇതാണ് പലപ്പോഴും ഞാനൊക്കെ പറയാറുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വട്ടല്ല, ഇതൊരു വേറൊരു രോഗമാണ്. അവരുദ്ദേശിക്കുന്ന വട്ടെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേജർ ഡിപ്രസീവ് സൈക്കോ ഡിസോർഡർ എന്ന് പറയും, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്ന് പറയും. ഇതൊന്നും അല്ല ഈ മേജർ ഡിപ്രസീവ് സൈക്കോ. അതിന്റെ ഒരു ഭാഗം ചിലപ്പം കടുത്ത വിഷാദ രോഗമായിട്ട് വരും. പക്ഷെ ഇവരുദ്ദേശിക്കുന്നതാണോ അത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത് രണ്ടും, ഈ സ്കിസോഫ്രീനിയ ആയാലും ശരി, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയാലും ശരി, നിങ്ങൾക്ക് പനി വരുന്നത് പോലെ, നിങ്ങൾക്ക് ചുമ വരുന്നത് പോലെ തലച്ചോറിലുള്ള കെമിക്കലുകളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അത് ഒരാളും അയാളുടെ സ്വാഭാവികമായി മടി പിടിച്ചിരുന്നത് കൊണ്ടോ ജോലി ഇല്ലാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന രോഗമല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇതിലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഒരാളിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പം, ഇവന് ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് മടിയായത് കൊണ്ടാണെന്ന് ഈ പെണ്ണുപിള്ള പറയുന്നത് കേട്ടിട്ട് വിചാരിക്കാൻ തുടങ്ങിയാൽ
അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ഇത് അവരുടെ തലച്ചോറിലുണ്ടാകുന്ന, ഒരാൾക്ക് പനി വരുന്നത് പോലെ അവരുടെ തലച്ചോറിലുണ്ടാകുന്ന ചില കെമിക്കലുകൾക്ക് വരുന്ന വ്യതിയാനം, അത് അവര് സ്വയം ചോദിച്ചു വാങ്ങുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാകാം, ജോലി സമ്മർദ്ദം ഉണ്ടാകാം, മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം, പേഴ്സണൽ സംഭവങ്ങളുണ്ടാകാം, ജോലി നഷ്ടപ്പെട്ടതാകാം, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞതാകാം, വീട്ടിലെ ഒരു മരണമാകാം. ഇതൊക്കെ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തലച്ചോറിലെ കെമിക്കലുകൾ. ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കലുകളും അതിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സും ഉണ്ട്. ഈ നമ്മൾ സംസാരിക്കുന്ന ആർക്കും, ഇത് കേൾക്കുന്ന ആർക്കും ഇതിലൊരു ചെറിയ വ്യതിയാനം വന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ ഇഷ്ടം പോലെ കാരണങ്ങൾ ഇന്ന് ഈ ലോകത്ത് നിലവിലുണ്ട് എന്നുള്ളതും തിരിച്ചറിയണം. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നും തിരിച്ചറിയണം. അതായത് എനിക്ക് എൻ്റെ ഇത്തരം മേജർ രോഗങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു കൺട്രോളുമില്ല എന്ന് തിരിച്ചറിയുന്നതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവരാ പറഞ്ഞത് തികച്ചും 100% അല്ലെങ്കിൽ 200% തെറ്റാണ്. ഇതാണ് ഏറ്റവും ഒരു പക്ഷേ ഇത് അവരുടെ മഹദ്വചനം കേട്ട വ്യക്തികൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, സാധാരണക്കാർ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മാത്രമല്ല നമ്മുടെ തലച്ചോറിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ വിഷാദങ്ങളെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് പല ഏരിയകളിലാണ്. തലാമസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നവരുണ്ട്. ഇത് ഈ ചില പ്രശ്നങ്ങൾ, കെമിക്കലുകൾക്കൊക്കെ വ്യത്യാസം വരുമ്പോൾ അവരുടെ ഈ തലച്ചോറിലെ പ്രവർത്തനത്തിന് മാത്രമല്ല ഘടനയെ പോലും അത് ബാധിക്കും എന്നുള്ളതാണ്. അത് മാനസിക നിലയിൽ വരുന്ന മാറ്റമല്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അതിനെയല്ല വിഷാദ രോഗമെന്ന് പറയുന്നത്. അത് വിഷാദമാണ്, അത് സങ്കടമാണ്. അത് സാമാന്യ ബോധമുള്ള, സാമാന്യ യുക്തിയുള്ള ഏതൊരു മനുഷ്യനും, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഈ വിഷമം വേറെ, വിഷാദം വേറെ, വിഷാദ ലക്ഷണം വേറെ, വിഷാദ രോഗം വേറെ. ഈ വിഷാദം, നിനക്ക് വിഷാദത്തിലാണോ നീ എന്ന് ചോദിക്കുന്നതല്ല വിഷാദ രോഗം. ഇത് രണ്ടും നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് പറഞ്ഞിട്ട് അതിനെ തെറ്റിദ്ധരിക്കുന്നതാണ്. എനിക്കുള്ള സങ്കടം വേറെ, എനിക്കുള്ള വിഷാദം, അത് സങ്കടവുമായിട്ട് ഏകദേശം ചേർന്നിരിക്കുന്നത്, അതല്ല വിഷാദ രോഗം. ഇതാണ് ഒരു പക്ഷേ ആദ്യം തിരിച്ചറിയേണ്ടത്. എനിക്കിപ്പോ ജോലി ഇല്ലാത്തതുകൊണ്ട് സങ്കടമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇനി അതാണോ അവർ ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതായിരുന്നുവെങ്കിൽ അത് കറക്റ്റാണ്, അതിനകത്ത് തെറ്റില്ല. പക്ഷെ വിഷാദ രോഗം എന്ന് പറയുന്നത് ചികിത്സ വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. ജനിതക ഘടനകളുണ്ടായ ശരീരത്തിലെ ഹോർമോൺ മാറ്റങ്ങൾ വന്നാൽ വരും. കുട്ടിക്കാലത്തെ ട്രോമ, നമുക്കൊരു വലിയ ട്രോമ നമ്മുടെ കുട്ടിക്കാലത്ത്, അത് വീട്ടിൽ നിന്നായാലും ശരി പുറത്തു നിന്നായാലും ശരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റ് ശാരീരികമായ രോഗങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷെ അതൊന്നും വിഷമമല്ല, അതൊന്നും വിഷാദമല്ല. വിഷാദ രോഗം മറ്റൊന്നാണ്. ഇനി ഇത് ലോകത്ത് ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ളതും നാം തിരിച്ചറിയണം. ഈ പറയുന്ന സ്ത്രീക്കും വരാം, അതും നമ്മൾ തിരിച്ചറിയണം. അത് ജോലി ഇല്ലാത്തത് കൊണ്ടോ 4 സിനിമയുടെ ചാൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ല. ഈ ലോകത്ത് ഏറ്റവും തിരക്കുള്ളവർക്കും വ്യക്തമായ ലക്ഷ്യങ്ങളും ലക്ഷ്യബോധ്യമുള്ളവർക്കും സാമ്പത്തികമായി വിജയിച്ചവർക്ക് പോലും വിഷാദ രോഗം വന്നിട്ടുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. അതായത് പണിയില്ലാതിരിക്കുന്നവർക്കല്ല, മടിയുള്ളവർക്കല്ല ഇത് വരിക. ഏറ്റവും തിരക്കിട്ട മനുഷ്യർ, ലക്ഷ്യബോധമുണ്ടായിട്ടുള്ള മനുഷ്യർ, സാമ്പത്തികമായി വലിയ ഉയർന്ന നിലയിൽ നിന്നിട്ടുള്ളവർ, അവർ പോലും വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. അതായത് വേറെ പണിയൊന്നും ഇല്ലാത്തവർക്ക് വരുന്ന രോഗമല്ല ഇത്. ഇതിനകത്ത് ഇത്ര അപകടകരമായ ഒരു ലഘൂകരണം ഒരു രോഗത്തിന് നൽകുന്നതിന്റെ കുഴപ്പമെന്ന് പറയാം. ഈ പണിയെടുക്കാത്തവരുടെ വട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ ലഘൂകരിക്കുമ്പോൾ, ഈ രോഗം കാരണം ബുദ്ധിമുട്ടുന്നവർ ഇതും കൂടെ കേൾക്കുകയാണെങ്കിൽ അവരെ ഒരു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോലും അത് തള്ളിവിടാം. ചുരുക്കം പറഞ്ഞാൽ, എനിക്ക് വിഷാദ രോഗം ഉണ്ടെന്ന് വെച്ചോ, എനിക്ക് TV കാണും, ഇത് കയറി വരും,
പ്രത്യേകിച്ച് അവർ വിചാരിക്കുന്നത് ഇവരൊക്കെ വലിയ പുലികളാണെന്നാണ് ഈ സമൂഹത്തിലെ. ഇങ്ങനെ വലിയ പുലികൾ പോലും എന്നെ തള്ളിപ്പറയുന്നു, എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് ആത്മഹത്യാ ചിന്ത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് അവരുടെ സംസാരം കേട്ട് ആരെങ്കിലും ഇത് കേട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞത് മെഡിക്കലി ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ഉറപ്പിച്ചിതാ പറയുന്നു. 1. 2, ഇതിന് ചികിത്സ ആവശ്യമാണ്. പ്രത്യേകിച്ച് വിഷാദ രോഗത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണതയാണ്. പലപ്പോഴും നമ്മൾ ഈ ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് നമുക്ക് എനിക്ക് ജീവിച്ച് മതിയായി, അല്ലെങ്കിൽ എനിക്ക് മടുത്തു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് ചുറ്റുമുള്ളവർ തിരിച്ചറിയണം. അവരെ അടിയന്തരമായി, അതൊരു സാധാരണ ഡോക്ടറുടെ അടുത്തല്ല പോകേണ്ടത്, അവരെ ചികിത്സിക്കേണ്ടത് സൈക്യാട്രിസ്റ്റുകളാണ്. അതായത് മാനസികാരോഗ്യ വിദഗ്ധരാണ്, മനോരോഗ വിദഗ്ധരാണ് എന്നുള്ളത് ഇത് പറയുന്നത് കേൾക്കുന്നവരും മനസ്സിലാക്കണം. മറ്റുള്ള ഈ രോഗികൾക്ക് അതിനെ ചിന്തിക്കാനുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ നേരെ പോകേണ്ടത് ഒരു മാനസിക രോഗ അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധന്റെ അടുത്താണ്. അത് അടിയന്തരമായി ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ എനിക്ക് പ്രധാനമായും നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ ചികിത്സ വളരെ വളരെ അത്യാവശ്യമാണ്. ഇത് മറ്റ് രോഗങ്ങളെ പോലെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്, ചികിത്സ ഫലിക്കുന്നതാണ്. ഈ പലരും വിചാരിക്കുന്നത് പഴയ സിനിമയിലൊക്കെ ഈ അടി, ചൂരൽ കൊണ്ടുള്ള അടി, അങ്ങനത്തെ അതൊക്കെ ഇപ്പൊ ഇല്ല. ഈവൻ ഷോക്ക് ട്രീറ്റ്മെന്റ് പോലും ഇപ്പോ അതിന് വ്യക്തമായ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അനസ്തീഷ്യ കൊടുക്കാതെ, ജനറൽ അനസ്തീഷ്യ കൊടുക്കാതെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, പണ്ട് നമ്മൾ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പൊ ലോകത്ത് ഒരിടത്തും കൊടുക്കുന്നില്ല എന്ന് ദയവായി തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ഫലപ്രദമായ ചികിത്സയാണ്. ഇന്ന് ഞങ്ങളും ഷോക്ക് കൊടുക്കാറുണ്ട്. എവിടാന്നറിയോ? സർജറി ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് കോട്ടറി എന്ന് പറയുന്ന സാധനം, അതായത് ടിഷ്യൂവിനെ മുറിക്കാൻ കത്തിക്ക് പകരം ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കോട്ടറികളുണ്ട്. അതും ഷോക്കാണ്, അതും സ്പാർക്കാണ്, അത് ഇലക്ട്രിസിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് രോഗി അറിയാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ മരവിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് ഗവൺമെന്റിന്റെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ആരെയും പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പുറം 2 ഇലക്ട്രോഡ് ഓടിച്ച് ഒരു ഷോക്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ചു നേരം വെട്ടും. ഞാനൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സമയത്ത് അങ്ങനെ നിയമങ്ങളില്ലായിരുന്നു. നമ്മുടെ ഊളംപാറയിലുള്ള മാനസികാരോഗ്യത്തിൽ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ പോസ്റ്റിങ്ങിന് അവിടെ പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ചികിത്സയൊന്നും ഇല്ല. ഇന്ന് ചികിത്സയൊക്കെ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുക പോലുമില്ല ഇതിനെപ്പറ്റിയുള്ള ഒരു സാധനവും. ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകപ്പെടുന്ന രോഗി ഇങ്ങനൊരു സംഭവം സംഭവിച്ചതായിട്ട് പോലും അറിയാതെയാണ് ഇന്ന് അനസ്തീഷ്യ കെയറിൽ അത് കൊടുക്കുന്നത്. മാത്രമല്ല, ഇവര് നടത്തിയത് വലിയൊരു സാമൂഹികമായ അപമാനമാണ്. ഇത്തരം തെറ്റായ പരാമർശങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളോടുള്ള സമൂഹത്തിന്റെ സമീപനം തന്നെ മാറ്റും, സമൂഹത്തിന്റെ സ്റ്റിഗ്മയെ മാറ്റും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കേൾക്കുന്ന സാധാരണ കുറിച്ച് വിവരമില്ലാത്തവര് എത്ര ഡോക്ടർമാർ, ഇപ്പോഴത്തേക്ക് ഡോക്ടർമാർക്ക് ഒരുമാതിരി നല്ല ധാരണയുണ്ട്. പക്ഷേ പണ്ടൊന്നും ഞങ്ങളുടെ പഠിക്കുന്ന സമയത്ത് സൈക്യാട്രി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. 2 ആഴ്ചത്തെ പോസ്റ്റിംഗ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രത്യേക താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കേട്ട് മൊത്തത്തിൽ സമൂഹത്തിന് ഇത്തരം രോഗങ്ങളോടുള്ള ചിന്താഗതി തന്നെ മാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്തരം സംശയമുള്ള രോഗലക്ഷണങ്ങളുള്ള നിങ്ങൾക്കോ നിങ്ങളുടെ ആളുകൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ വച്ച് താമസിപ്പിക്കാത്ത ഒരു നല്ല മനോരോഗ വിദഗ്ധനെ, സൈക്യാട്രിസ്റ്റ്, അതിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് പോകേണ്ടത്. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നീതു ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നീതുവിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് മറുപടി പറയാൻ ശ്രമിക്കാം. ചോദിക്കാനുള്ള ഒരു കാര്യം, അവർ പറഞ്ഞ അതേ പോയിന്റിൽ തന്നെയാണ് ഞാൻ വീണ്ടും സ്റ്റക്ക് ആവുന്നത്. മടി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന്. വിനോദ് സാറിന് ഓർമ്മയുണ്ടാകും, പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ പേരിൽ ഒരു കുഞ്ഞിനെ അമ്മ കൊന്നു എന്ന വാർത്ത കേട്ട കേരളത്തിൽ അതേ അമ്മ തന്നെ 2-3 വർഷങ്ങൾക്ക് ശേഷം അതേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പിടിവിടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന് കേട്ട കേരളത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത്തരം വാർത്തകൾ നിരന്തരം നമ്മുടെ കാതുകളിൽ എത്തുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേവലം ഇതിനെ ഒരു മടിയുടെ പേരിൽ ഇത്തരക്കാർ നിസ്സാരവൽക്കരിക്കുന്നതിനെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതുമല്ല. ഇത്തരക്കാർക്കല്ലേ യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് വേണ്ടത് എന്നിടത്താണ് ഞാൻ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്.
നീത്തു, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. നിങ്ങളുടെ ധാരണ തെറ്റാണ്. ഞാൻ ഒരു സാധനം കാണിക്കാം. ഞാൻ എൻ്റെ മേശപ്പുറത്ത് ഒരു 400 രൂപ, ഇത് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ നോക്കട്ടെ കാണുന്നുണ്ടോ എന്ന്. ഇത് വായിച്ചു നോക്കൂ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, പ്ലീസ് ഡു നോട്ട് കൺഫ്യൂസ് യുവർ ഗൂഗിൾ സെർച്ച് വിത്ത് മൈ മെഡിക്കൽ ഡിഗ്രി. ഇതെന്തിനാണ് മേടിച്ചു വെച്ചിരിക്കണമെന്ന് അറിയാം? 400 രൂപ കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഇന്റർനെറ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡെയിലി ജേർണലുകൾ ഓരോരുത്തരും വഴി കൂടെ പോകുന്നവനെയും വരുന്നവനും ഒക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കും. അതാണ് നല്ലത്, ഇതാണ് നല്ലത്, ഈ രോഗത്തിന്റെ കാരണമാണ്. ഇങ്ങനൊന്നും അല്ല അതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ വിവരം ഉണ്ടാകാൻ ഇന്റർനെറ്റ് കൊള്ളാം എന്നല്ലാതെ ബാക്കി, ഇപ്പൊ നിങ്ങൾക്ക് ത്രോട്ടിൽ ഒരു തടസ്സം, എത്രയോ പേര് ക്യാൻസർ എന്ന് ഇതുവരെ അടിച്ചു നോക്കിയാലുണ്ടല്ലോ ഈ ക്യാൻസർ ആണ് ആദ്യം വരിക. തലവേദന, വാട്ട് ആർ ദ കോസസ് ഓഫ് ഹെഡ് ഏക്ക് നിങ്ങൾ അടിച്ചു നോക്കൂ. ട്യൂമർ അതിനകത്ത് വരും. നിങ്ങളുടെ കണ്ണുകൾ ട്യൂമറിൽ ഉടക്കും. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് പിന്നെ ചിന്ത. ശരിയാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് അടുത്ത ചോദിക്കും. വലിയ പാടാണെന്നായിരിക്കും അത് പറയുക. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഈ ഇന്റർനെറ്റ് നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് മെഡിക്കൽ സാധനങ്ങൾ, ആക്ച്വലി മെഡിക്കൽ സാധനങ്ങളില്ല, ഞാൻ നിരന്തരം ഇന്റർനെറ്റും ഇങ്ങനത്തെ സാധനങ്ങളും ഡീപ്പ് സെർച്ചും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയും, നിങ്ങൾക്കിത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണ വേണം. എന്ത് നോക്കണം, എവിടെ നോക്കണം, ആരെ വിശ്വസിക്കണം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതില്ലാതെ രോഗങ്ങളുടെ കാര്യം നിങ്ങളിപ്പോൾ പാരസെറ്റമോൾ ഡോക്ടർ എഴുതുന്നു. പാരസെറ്റമോളിന്റെ സൈഡ് ഇഫക്റ്റ് അടിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെ പാരസെറ്റമോൾ കഴിക്കൂല. പക്ഷെ പാരസെറ്റമോൾ കഴിച്ചില്ലേ നിങ്ങളുടെ പനി മാറൂല. അപ്പൊ ഇന്നത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ്, ഇനി ഇത് മാത്രമല്ല, നിങ്ങൾ ഇന്റർനെറ്റിൽ തിരയുന്നതെല്ലാം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അബദ്ധ സ്ഥലങ്ങളിൽ ചെന്ന് ചാടാനാണ്. ഇപ്പൊ നമ്മളൊരു പുതിയ സിറ്റിയിൽ ഞാൻ താമസം മാറി. അവിടെ ഒരു പലവ്യഞ്ജനക്കടയുണ്ട്. ഇത് ആരാണ് നല്ലത്, ആരാണ് വിശ്വസൻ എന്ന് അറിയണമെങ്കിൽ അതിനൊരു മെത്തേഡ് ഇല്ലാതെ പറ്റൂല. ഇതാണ് അതിന്റെ സത്യം. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും രോഗങ്ങളെ തിരയുന്നത് ഇന്റർനെറ്റിൽ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ തിരയുന്നത്, ഡയഗ്നോസ് തിരയുന്നത്. ഞങ്ങളുമൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എൻറ്റയർലി വേറെ രീതിയിലാണെന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഈ ഡോക്ടർമാർ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ജേർണലുകൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ChatGPT ഉണ്ട്, ജെമിനൈ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നതിന് ഈ ChatGPTയും ജെമിനയൊക്കെ ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രമുണ്ട്. അത് നിങ്ങൾ അറിയാതെ ചെന്ന് ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾ പെടാനാണ് സാധ്യത. മഹാ അബദ്ധങ്ങൾ ഇതിൽ നിന്നും വരാം. അപ്പോ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു മെഡിക്കൽ സംശയമുണ്ട്, ഒരു ഡോക്ടറോട് ചോദിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ. ഡോക്ടർ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിനയായി മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വളരെ എളിമയുള്ള അഭിപ്രായം. ഇതാണ് എനിക്ക് നീത്തു അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ സെലിബ്രിറ്റീസ്, സ്റ്റാർഡമുള്ള ആളുകൾ ഡിപ്രഷനെ പോലെ അതിമാരകമായ അല്ലെങ്കിൽ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മാനസികാരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് തുറന്നു പറയുന്ന അഭിപ്രായങ്ങൾ അത് ഏത് രീതിയിൽ കേൾക്കുന്ന ആളുകളെ, കാണുന്ന ആളുകൾക്ക് അവരെ എഫക്ട് ചെയ്യും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരം വില കുറഞ്ഞ ചില അഭിപ്രായങ്ങൾ പറയുന്നു എന്നതും ഖേദകരമാണ്. എന്തായാലും നടി കൃഷ്ണപ്രഭ പറഞ്ഞിരിക്കുന്ന ഡിപ്രഷനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ സജീവമാകുന്നു. പലരും വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നവരിൽ ഏറിയ പങ്കും ഡോക്ടർമാരും വീട്ടമ്മമാരും അതുപോലെ സ്ത്രീകളും ഒക്കെയാണ്. കാരണം ഈ ഒരു തലം വഴി കടന്നു പോയിരിക്കുന്നവരാണ്. അവരുടെ അനുഭവങ്ങളാണ് വിമർശനങ്ങളായി അവർ കുറിക്കുന്നത് എന്നതും ശ്രദ്ധേയം. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.